കുഴപ്പമില്ല. അല്ല ഈ വിളക്കി കൂടെ ചേർത്ത് ജനസേവാ ഫൗണ്ടേഷൻ കുടുംബത്തിലെ പുതിയ സുഹൃത്തുക്കളെ വിഷുവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വിവിധ ഭാഗങ്ങളിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ പരിപാടിയായി നേറ്റിക്കര സ്റ്റാൻഡർ പട്ടിക മഹത്തായ 10 പേർക്ക് ഭക്ഷ്യക്കിറ്റ് വരുന്നുണ്ട്. ആ ഭക്ഷ്യക്കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നെയ്യാറ്റിൻകര നഗരസഭയുടെ കോൺഗ്രസ് നേതാവും വാർഡ് കൗൺസിലറുമായ വിശ്വപുരം വാർഡ് കൗൺസിലർ ഈ ഗ്രാമം ഭരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും നമ്മുടെ സംഘത്തിൻ്റെ പേരിലും ആശംസകൊള്ളുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈമ്പിൽ പ്രദേശത്ത് സാമൂഹ്യ പ്രവർത്തനം നടത്തി നെയ്യാറ്റിൻകര ടൗൺ കേന്ദ്രീകരിച്ച് ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ രാജൻ. മറ്റ് എല്ലാവരെയും പേര് എടുത്ത് പറയാൻ അറിയില്ലെങ്കിലും എല്ലാവരും എനിക്ക് പിന്നെ കോൺഗ്രസിൻ്റെ മണ്ഡല സെക്രട്ടറി ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറിയുമായ ശ്രീ മോഹനണ്ണൻ, പാലക്കടവ് മോഹനണ്ണൻ ഉൾപ്പെടെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു വിശ്വാസം നേർന്നുകൊണ്ട് ഈ ജനസേവാ ഫൗണ്ടേഷൻ ഇവിടെ നടത്തിയ ഈ അംബേദ്കറെ കുറിച്ചൊന്നും ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ലോകം ഇന്നറിയുന്ന ഏറ്റവും നല്ലൊരു ഭരണഘടനാ ശില്പിയാണ്. ഈ ലോകത്ത് ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ശ്രീ അംബേദ്കറുടെ ഈ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ജനസേവാ ഫൗണ്ടേഷൻ ഇവിടെ സംഘടിപ്പിച്ച ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും ആശംസയും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും വിഷു ദിനാശംസ നേർന്നു. അടുത്ത ആശംസ അർപ്പിക്കാൻ നമ്മുടെ സംഘടനയുടെ രക്ഷാധികാരിയായ ശ്രീ മേജർ ഓഫീസർ. സ്നേഹബഹുമാനമുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഇരുമ്പിൽ രാജൻ ചേട്ടൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കൃഷ്ണപുരം വാർഡ് കൗൺസിലർ ശ്രീ ഗ്രാമം പ്രവീൺ അവർ, അതുപോലെ തന്നെ ക്ഷേത്രോപദേശക സമിതി പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മോഹനകുമാർ, അതുപോലെ തന്നെ ജനസേവയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി നെല്ലിക്കാട് സുനി, പ്രസിഡൻറ്റ് ചൂണ്ടുപലക ഫ്രാൻസിസ്, ഇവിടെ ആയിരിക്കുന്ന ജനസേവയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സംഘടനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള ആശംസകൾ, പ്രത്യേകിച്ച് വിഷു ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഈ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് നമ്മളിന്ന് കുറച്ച് പാവപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി, വിവിധ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ഒരു വിഷു കൈനീട്ടം എന്നുള്ള രീതിയിൽ കുറച്ച് ഭക്ഷ്യ കിറ്റുകൾ നൽകുന്നുണ്ട്. അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.